ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ സൈപ്രസ് സന്ദർശിച്ച ഒരു വാർത്ത, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് അദ്ദേഹം അവിടെ നയതന്ത്ര കൂടിക്കാഴ്ചയൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്ന സമയത്ത് പാകിസ്ഥാന് സപ്പോർട്ട് നിന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിനുള്ള ഒരു എന്താ പറയുക, അവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിട്ട് ഈ കൂടിക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം? അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിദേശ പര്യടനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായ പ്രത്യേകത. എന്നാൽ അദ്ദേഹം ആദ്യം പോയത് എങ്ങോട്ടാണ് എന്നുള്ളതെന്ന് നോക്കണം. ഒരു 3 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് മൊത്തത്തിൽ അജണ്ട. അതിൽ ആദ്യം പോയത് സൈപ്രസിലേക്കാണ്. ഏതാണ്ട് 24 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിലെത്തുന്നത്. അതൊരു വസ്തുതയാണ്. അതിന് മുൻപ് 1982 ഇന്ദിരാഗാന്ധിയും 2002 AB വാജ്പേയിയുമാണ് സൈപ്രസ് സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാർ. പക്ഷേ ഇന്ത്യയുമായി വളരെ വലിയ ഒരു സഖ്യമുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് സൈപ്രസ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യയുടെ കാശ്മീരിനെ സംബന്ധിച്ചുള്ള അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. അതേപോലെ ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ സ്ഥിരാംഗത്വത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമാണ് സൈപ്രസ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, 2 രാജ്യങ്ങളും തമ്മിൽ വ്യാപാര വാണിജ്യ കരാറുകളും പ്രതിരോധ സഹകരണം അടക്കം ഉള്ള ഒരു രാജ്യം കൂടിയാണ് സൈപ്രസ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് സൈപ്രസ്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോളിഡസ്, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ആ പേര് വലിയ പ്രശ്നമാണ്. നമുക്ക് തൽക്കാലം നിക്കോസ് എന്ന് വിളിക്കാം. അദ്ദേഹം തന്നെ നേരിട്ട് എത്തി ഇദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. ഏതാണ്ട് 100ഓളം പ്രതിനിധികൾ ഇന്ത്യ പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട്. വിവിധ, അതായത് ഉദ്യോഗസ്ഥരായാലും ശരി, വ്യവസായ പ്രമുഖരായാലും ശരി, 100ഓളം പേർ ഈ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സൈപ്രസിൽ ചെന്നപ്പോൾ അവിടുത്തെ പരമോന്നത ബഹുമതിയും സൈപ്രസ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി, അതായത് ആ ബഹുമതിയുടെ പേര് മക്കാരിയോസ് 3യുടെ പേരിലുള്ള ഒരു ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ, അങ്ങനെ ഒരു ബഹുമതിയാണ്. അതായത് അവിടുത്തെ സൈപ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഈ മക്കാരിയോസ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതി അടക്കം മോദിക്ക് കൊടുത്ത് മോദിയെ ആദരിക്കുന്നു. ഇനി എന്താണ് ഈ സൈപ്രസ് സന്ദർശനത്തിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത്? അതായത് സൈപ്രസിൻ്റെ 1/3 ഭാഗം തുർക്കി കൈയടക്കി വെച്ചിരിക്കുക. അതായത് അതായത് തുർക്കിയുടെ പിന്തുണയോടെയുള്ള സൈപ്രസിലെ വിമത ഗ്രൂപ്പ് 1974 അതെ 74 മുതൽ അവർ കൈയടക്കി വെച്ചേക്കുക. അതായത് തുർക്കിയുടെ 1/3 ഭാഗം. ആ സംഘടനയുടെ പേര് തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നാണ് ആ സംഘടനയുടെ പേര്. ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടന. ഇവരാണ് അത് കൈകടക്കി വെച്ചത്. അവർക്ക് സകല ആയുധങ്ങളടക്കം പിന്തുണ കൊടുത്ത് സഹായിക്കുന്നത് തുർക്കിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ഒരു UN കൺട്രോൾഡ് ബഫർ സോൺ ഉണ്ട്. അതായത് ഈ രണ്ട് സഖ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട്, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള സേന അവിടെ ഇടപെട്ട്, അതായത് ഐക്യരാഷ്ട്ര സമാധാന ദൗത്യം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ അതിൽ ആ ബഫർ സോണിൽ നരേന്ദ്രമോദി പോയി അവിടെ ഒരു ഹ്രസ്വ സന്ദർശനവും നടത്തുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തുർക്കിയുടെ സ്വാധീനമുള്ള മേഖലയാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇവിടെ തുർക്കിക്ക് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുകയാണ് മോദി ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാന് പ്രത്യക്ഷ പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രമാണ് തുർക്കി. മറ്റൊരു കാര്യം കൂടിയുണ്ട്, 2026 യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻസി സ്ഥാനം ഈ സർപ്രൈസ് ഏറ്റെടുക്കും. അതെ, സൈപ്രസ്. അതെ. അപ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ യൂറോപ്പ് സഹകരണം കുറച്ചുകൂടെ മെച്ചപ്പെടാനുള്ള സാധ്യത ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തുർക്കി എടുത്തൊരു നിലപാടുണ്ട്. അതായത് അവിടെ തുർക്കിയുടെ സൈനിക വിമാനം, ചരക്ക് വിമാനം ചെന്നിറങ്ങുന്നു. അവിടെ എന്താണ് ഇറക്കിയതെന്നുള്ളത് പിന്നീട് ഇന്ത്യക്ക് ബോധ്യമായി. തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി എത്തിയത്. അതെല്ലാം തന്നെ ഇന്ത്യ തരിപ്പണമാക്കി എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായഹസ്തം നീട്ടിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുമാത്രമല്ല, തുർക്കിയിൽ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. വരുമാനത്തിന്റെ വലിയൊരു സ്രോതസ് ഈ ടൂറിസം മേഖലയിൽ നിന്നാണ്. അതിന് സഹായകരമാകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അവിടെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് തുർക്കി. അക്കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ തുർക്കിക്കെതിരെ ഒരു നയതന്ത്ര പ്രതിരോധം തന്നെ തീർത്തിട്ടുണ്ട്. കാര്യം തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതികൾ നമ്മൾ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഇപ്പോൾ ചില വിമാനത്താവളങ്ങളിൽ തുർക്കി ആസ്ഥാനമായിട്ടുള്ള കമ്പനികളാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്.
തുർക്കിയിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, എയർ ഇന്ത്യയും ഇൻഡിഗോയൊക്കെ അതേപോലുള്ള സ്ഥാപനം. അവർ ആ കരാറുകൾ റദ്ദാക്കി. തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിൻ്റെ ഇറക്കുമതി നമ്മൾ നിർത്തലാക്കി. അങ്ങനെ തുർക്കിയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ഇപ്പോൾ നമ്മൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് കിട്ടാവുന്ന പരമാവധി പിന്തുണ ഇപ്പോൾ തേടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പറയുന്ന സൈപ്രസ് ഏതാണ്ട് 1962 സൈപ്രസുമായിട്ട് നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ തുടങ്ങി. അതിനുശേഷം 2 തവണ മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പോയിട്ടുള്ളൂ അവിടെ. അങ്ങനെയുള്ളൊരു രാഷ്ട്രത്തിലാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ടുള്ളത്. അവിടെ ചില കരാറുകളിൽ അദ്ദേഹം ഒപ്പിടുന്നുണ്ട്. പ്രത്യേകിച്ചും വാണിജ്യ കരാറുകളുണ്ട്, IT വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുണ്ട്, കൾച്ചറൽ എക്സ്ചേഞ്ച്, അതായത് ഈ കലാപരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവതരിപ്പിക്കാൻ യോഗയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രമാണ്. അതെ, കൾച്ചറൽ എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ഊർജം സംബന്ധിച്ച്, റിന്യൂവബിൾ എനർജി സംബന്ധിച്ച് ഉള്ള കരാറുകളിലൊക്കെ അദ്ദേഹം അപ്പോൾ സുപ്രധാന കരാറുകൾ ഒപ്പിടുന്നുണ്ട്. ഈ പറയുന്ന സൈപ്രസ് പ്രസിഡന്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ നിന്ന് കുറച്ച് വ്യവസായ പ്രമുഖരൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഈ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈപ്രസും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം ഈ സൈപ്രസിലെ സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദി നേരെ പോകുന്നത് കാനഡയിലേക്കാണ്. അവിടെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അതും വളരെ നിർണായകമായ ഒരു സംഗതിയാണ്. കാരണം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇന്ത്യയെ നയതന്ത്രപരമായി ആക്രമിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടുള്ളത്. അതായത് ഇൻഡസ് വാലി കരാർ, അതായത് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി ഇന്ത്യ വെള്ളത്തെ ഒരു യുദ്ധോപാധിയായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UN പോലും ഇത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ ഇന്ത്യ ശക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. സമാനമായി G7 ഉച്ചകോടിയിലും ഇത് സംബന്ധിച്ച്, അതായത് ഓപ്പറേഷൻ സിന്ദൂറും അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ അടക്കം, അതേപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ തേടലും അടക്കം G7 ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കുള്ള സാധ്യതയും തേടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള കരാറുകളിൽ അമേരിക്ക വൻതോതിൽ നികുതി ഏർപ്പെടുത്തി ഉള്ള ഒരു വിഷയങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അക്കാര്യത്തിലൊരു ശീതയുദ്ധം പോലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളൊരു പിന്തുണ, അവരുമായിട്ടുള്ളൊരു വ്യാപാര സാധ്യത സുഗമമാക്കുക എന്നുള്ളതും നിർണായകമാണ്. ഈ സന്ദർശനത്തിന്, അതായത് G7 ഉച്ചകോടികൾക്ക് ശേഷം നരേന്ദ്രമോദി നേരെ പോകുന്നത് ക്രൊയേഷ്യയിലേക്കാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലേക്ക് പോകുന്നത്. അതായത് എന്തിനു വേണ്ടി ഇത്തരം രാജ്യങ്ങളിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. കാര്യം പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പര സഹകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതായത് ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ നിരവധി ഇന്ത്യക്കാർ ക്രൊയേഷ്യയിലുണ്ട്. പഠനാവശ്യത്തിനും ഉപജീവന ആവശ്യത്തിനുമൊക്കെ ക്രൊയേഷ്യയിലുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ആരും തന്നെ ഇതുവരെ ക്രൊയേഷ്യ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ക്രൊയേഷ്യ നിലവിൽ ഇന്ത്യയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ക്രൊയേഷ്യ. അതായത് ഭീകരവിരുദ്ധതയ്ക്കെതിരെയും അതേപോലെ പരസ്പര സഹകരണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തുറന്ന മനസ്സുള്ള രാഷ്ട്രമാണ് ക്രൊയേഷ്യ. അപ്പോൾ അവരുടെ ഒരു സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പാക്കുക, പ്രത്യേകിച്ചും ഭീകരവാദം പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പിന്തുണ നേടിയെടുക്കുക, അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ സന്ദർശന പരിപാടി ക്രൊയേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഏതായാലും സൈപ്രസിൽ മോദി തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ സമൂഹം വലിയ രീതിയിലുള്ളൊരു സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുന്നു. ഇതിനുശേഷം G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. അവിടെയും ഇന്ത്യൻ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർശനം എന്ന രീതിക്ക് ഏത് രാജ്യവുമായിട്ടാണോ ഇന്ത്യ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത്, ഒരു പക്ഷേ അത് പാകിസ്ഥാനിലെ തിരിച്ചടി കൂടാകാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് ഈ G7 ഉച്ചകോടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ട്. ആ കാര്യത്തിലും വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഈ G7 ഉച്ചകോടിയിലുണ്ടാകും. അവിടെയും ആ വിഷയത്തിലുള്ള ഇന്ത്യൻ നിലപാടും നരേന്ദ്രമോദി ആ യോഗത്തിൽ പറയുമെന്നാണ് കരുതേണ്ടത്.